കാലത്തിനൊപ്പം മറഞ്ഞുപോകുന്ന പുരാതന സാംസ്കാരിക സ്മൃതികൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് വളാഞ്ചേരിയിൽ ഹെറിറ്റേജ് ആന്റിക്സ് ആൻഡ് ഗിഫ്റ്റ്സ് പ്രവർത്തനം ആരംഭിച്ചു. വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ പണ്ഡിതൻ മുനീർ ഹുദവി വിളയിൽ നിർവഹിച്ചു. പുരാവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് നേരിട്ട് കാണുന്നതിനൊപ്പം വാടകയ്ക്ക് നൽകുകയും വിൽപ്പനയും ഒരുമിച്ചൊരുക്കുന്ന വ്യത്യസ്തമായ ഒരു കേന്ദ്രമായാണ് ഹെറിറ്റേജ് ആന്റിക്സ് ആൻഡ് ഗിഫ്റ്റ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഗൃഹാതുരത്വമുള്ള ഗ്രാമഫോണുകൾ, പഴയ ടെലിഫോണുകൾ, നാടൻ വിളക്കുകൾ, കപ്പൽ മാതൃകകൾ, പുരാതന ക്യാമറകൾ, അലങ്കാര ഫാനുകൾ, പഴയ പാത്രങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന അപൂർവ ശേഖരങ്ങളാണ് ഹെറിറ്റേജിന്റെ പ്രത്യേകത. സിനിമ, സീരിയൽ, ഫോട്ടോഷൂട്ട്, പരസ്യ ചിത്രീകരണം, സ്റ്റേജ് ഡെക്കറേഷൻ, വിവാഹ ചടങ്ങുകൾ, സ്കൂൾ എക്സിബിഷൻ തുടങ്ങിയവയ്ക്കും ആന്റിക് വസ്തുക്കൾ ഇവിടെ നിന്നും വാടകയ്ക്കോ സ്വന്തമായോ വാങ്ങാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇന്റീരിയർ ഡെക്കറേഷന് പറ്റുന്ന ആന്റിക് ഐറ്റംസ്, ഹെറിറ്റേജ് ഗിഫ്റ്റ് കളക്ഷൻ, സാംസ്കാരിക പ്രദർശനങ്ങൾക്കുള്ള പ്രദർശന വസ്തുക്കൾ എന്നിവയും ഇവിടെ ലഭ്യമാണെന്ന് സ്ഥാപന ഉടമ വ്യക്തമാക്കി. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹെറിറ്റേജ് ആന്റിക്സ് ആൻഡ് ഗിഫ്റ്റ് വളാഞ്ചേരിയിലെ കുറ്റിപ്പുറം റോട്ടിലെ ഇസ്ലാഫ് ബാങ്ക് ബിൽഡിങ്ങിലാണുള്ളത്. വളാഞ്ചേരിക്കാരായ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഹെറിറ്റേജ് ആന്റിക്സ് ആൻഡ് ഗിഫ്റ്റിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാനും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആന്റിക്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും നമ്മളിവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട്, എക്സിബിഷന് പോകുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം, എല്ലാവരും അറിയിക്കുകയും ചെയ്യും. പുതുതലമുറയ്ക്ക് ചരിത്രത്തിന്റെ സ്പർശം നേരിട്ടറിയിക്കാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത്. പുരാതന വസ്തുക്കളെ സ്നേഹിക്കുന്നവർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഹെറിറ്റേജ് ആന്റിക്സ് ആൻഡ് ഗിഫ്റ്റ്സ്. വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ, വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി പ്രസിഡന്റ് മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. വളാഞ്ചേരിയിൽ കുറ്റിപ്പുറം റോട്ടിൽ ഇസാഫ് ബിൽഡിങ്ങിൽ പ്രത്യേകമായിട്ട് സജ്ജമാക്കി നവീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഹെറിറ്റേജിൻ്റെ ആൻറ്റിക് ആൻഡ് ഗിഫ്റ്റ് ഷോപ്പിലാണ് ഉള്ളത്. വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സാധാരണ രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് ഭിന്നമായി നമ്മുടെയൊക്കെ പൗരാണിക പാരമ്പര്യങ്ങളെ വിളിച്ചോതുന്ന പ്രാചീന കാലത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ആവാസ വ്യവസ്ഥകൾ, അവരുപയോഗിച്ച അവരുടെ ദൈനംദിന വസ്തുക്കൾ, കാർഷിക വസ്തുക്കൾ, അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള പുരാതനമായ വസ്തുക്കൾ, അതിനൊക്കെ കണ്ടറിയാനും തൊട്ടറിയാനൊക്കെ ഉള്ള വലിയൊരു അവസരമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് നൽകുന്നത്. അങ്ങനെ ഒരു വാതായനം കൂടി, പഴയ കാലത്തെ പ്രാചീനതയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വാതായനം കൂടി ഇവിടെ തുറന്നു തരുന്നുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, പഴഞ്ചൻ പരിഷ്കാരാവും. പുതിയ എല്ലാ അർത്ഥത്തിലും ചിട്ടയോടൊക്കെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിലൊക്കെ പഴഞ്ചൻ ശൈലികളെ ഫോളോ ചെയ്യാനുള്ള ഒരു ത്വര മലയാളികൾക്കിടയിൽ ശിഷ്യ കാണാറുണ്ട്. അതൊക്കെ ആ പഴമയോടുള്ള ആ പൊരുത്തപ്പെടാനുള്ള ഒരു മനോഭാവം കൂടിയാണ്, പഴമയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സിൻ്റെ തുടികൊട്ടൽ കൂടിയാണ്. ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഹെറിറ്റേജ് എന്ന ഈ പുരാവസ്തു വിൽപ്പന വിപണന സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പുതുമയെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറക്ക് കാണാൻ കഴിയാത്ത പല വസ്തുക്കളും ഇവിടെ ഉണ്ട്. അവരുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതും അവരതിലൂടെ ഉപജീവനമാർഗമായിട്ടും അതോടൊപ്പം തന്നെ ആസ്വദിച്ചിരുന്നതുമായ പല ഉപകരണങ്ങളുണ്ട്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കരകൗശല വസ്തുക്കളുടെ ഹെറിറ്റേജ് എന്ന ഈ സ്ഥാപനം വളരെ നല്ല ഉപകാരപ്രദമാണ്. ഈ പുതിയ തലമുറയ്ക്ക് ഇത് പരിചയപ്പെടുത്താനും ഇതൊക്കെ കാണുവാനും ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ സംഘാടകർക്ക് വളരെ നല്ല കാര്യമാണ്. നാട്ടിൽ നിന്ന് ഇത്തരം സാധനങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് ഇതിന് ഇത്തരത്തിലുള്ള ഒരു വലിയ ശേഖരവുമായി ഇവരിതിന് മുന്നോട്ട് വന്നത്. വളാഞ്ചേരിയെ സംബന്ധിച്ച് വളാഞ്ചേരിയെ പോലുള്ള ഒരു പട്ടണത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഈ സ്ഥാപനം ഇവർക്ക് വേറെയും പല സ്ഥലങ്ങളിലും ശാഖകളുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും നമ്മുടെ പുതിയ ജനറേഷൻ ഇത് വന്ന് കാണാനും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് വളാഞ്ചേരിയിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.
നമ്മുടെ പഴയ കാലത്തെ ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ഈ കടയിൽ ഒരുമിച്ച് കൂടി കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ. പഴയ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ഭുതം തോന്നും ചില മെക്കാനിസം ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇവിടുത്തെ ഈ ഒരു വേഗേശ്വരി ക്യാമറ എന്നൊക്കെ പറയുന്നത്. വേഗേശ്വരി ക്യാമറ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ക്യാമറയുടെ സംവിധാനം സ്വമേധയെ കണ്ടു പഠിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ നിർമ്മിച്ചതാണെന്നാണ് അതിൻ്റെ ചരിത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചരിത്രപരമായിട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ കാണാൻ കഴിഞ്ഞു. കണ്ടു തീർന്നിട്ടില്ല. ഓരോന്നിലേക്കും വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് എനിക്ക് നോക്കാൻ കഴിയുന്നത്. അപ്പം അതിൽ നമ്മുടെ പാട്ടുപെട്ടികൾ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട്. പഴയ കാലത്തെ സിനിമ കാസറ്റുകൾ, അരക്ക് കൊണ്ട് ഉപയോഗിച്ച കാസറ്റുകളൊക്കെ കാണുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു വലിയൊരു അത്ഭുതമാണ്. നമുക്കൊക്കെ തന്നെ ഇതൊരു വലിയ ആഹ്ലാദമുള്ളത്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത, ജീവിതത്തിൽ ഇനി കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള സാധനങ്ങൾ, ക്യാമറയായാലും ഫാനായാലും ഒരുപാട് ക്ലോക്കായാലും പഴയ കർഷകർ ഉപയോഗിച്ചിരുന്ന സാമികളായാലും ഒക്കെ തന്നെ ഇവിടെ നമുക്ക് സൗജന്യമായിട്ട് കാണാൻ കഴിയും. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കഴിയും. അതിലൊക്കെ ഉപരി പ്രധാനമായിട്ട് ഇവർ ഊന്നൽ കൊടുക്കാൻ പോകുന്നത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ തന്നെ പല പ്രോഗ്രാമുകളും വാർഷികമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ എക്സിബിഷൻ നടത്താൻ കുട്ടികൾക്കും സാധാരണ പൊതുജനങ്ങൾക്കൊക്കെ തന്നെ കണ്ട് ആസ്വദിക്കുന്നതിനും അയവിറക്കുന്നതിനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇത്. നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് ഹമീദും റഷീദും 1990-കളിൽ ദുബായ് ഹെറിറ്റേജ് വില്ലേജിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഈ അൽ ഗുർഫ ആൻറ്റിക്സ് ആൻഡ് ഗിഫ്റ്റ്സ് ആയിരുന്നു. അന്ന് ഈ പ്രവാസ ജീവിതം ഒക്കെ മതിയാക്കി ഇപ്പോൾ ഈ ഗുർഫയൊക്കെ അവസാനിപ്പിച്ച് അവരിപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഈ ഫീൽഡിനോടുള്ളൊരു പാഷൻ കാരണം, വലിയ ലാഭകരമല്ലെങ്കിൽ പോലും ഈ ഫീൽഡിനോടുള്ള താല്പര്യം കാരണം അവരിപ്പോൾ പെരിന്തൽമണ്ണ ഒരു സ്ഥാപനം തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ വളാഞ്ചേരിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബിസിനസ് ഡെസ്ക്, ഈ ചാനൽ.